ഹായ് ഡിയേഴ്സ്. അപ്പോൾ കുറേ ദിവസമായി റീൽസും വ്ളോഗും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ ക്രാഫ്റ്റൊന്നും ചെയ്യലേ ഇല്ല. അപ്പോൾ ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റാണ്. നമ്മുടെ വാലൻറ്റൈൻസ് ഡേ എല്ലാം വരാൻ പോകുന്നത്. വാലൻറ്റൈൻസ് ഡേക്ക് മാത്രമല്ല, ഇതിൻ്റെ കോഡ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഏത് അവസരത്തിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അടിപൊളി ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ സോസിൻ്റെ ഒരു കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ട് അതിന് 2 കോട്ട് കംപ്ലീറ്റ് ആയിട്ടും മൂടിയടക്കം എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് 2 കോട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. അപ്പോൾ റെഡ് കളർ കൊണ്ട് നമ്മൾ ഒരു കുറച്ച് വലിയൊരു ഹാർട്ട് ഷേപ്പ് അതിൽ വരച്ചെടുക്കണം. ചെറിയ ബ്രഷ്, നേരിയ ഇതിലുള്ള ബ്രഷ് എടുത്തിട്ട് ഒരു ഹാർട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഹാർട്ട് കുറച്ച് വലിയതായിട്ട് ഉള്ള രീതിയിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള വരുന്ന എല്ലാ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇങ്ങനെ ചിതറി കിടക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് വലുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഏകദേശം ഒരേ സൈസിലോ അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടോ എങ്ങനെ വേണം നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചെടുക്കാം. നമ്മളുണ്ടാക്കുന്ന ഗിഫ്റ്റാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാർട്ട്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പീസ് തെർമോക്കോളാണ്. അപ്പോൾ ഇതിൻ്റെ മൂടി നമ്മൾ എടുത്ത് കളയും. അതിന് പകരം ഒരു കോർക്ക് കൊണ്ട് ഇങ്ങനെ അടച്ച രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ കോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ പീസ് ഒരു കോർക്കിൻ്റെ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബോട്ടിലിൽ ഇട്ട് നോക്കുക പാകാവുന്നവരെ അത് അതിൻ്റെ ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഇട്ട് നോക്കാം. അപ്പോൾ കോർക്ക് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനിട്ട് നോക്കിയപ്പോൾ ഇത് കറക്റ്റാണ്. ഇനിയിപ്പോൾ കോർക്കിന് നമ്മൾ ബ്രൗൺ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. ഇനി ആ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ കോർക്കിന് നമ്മൾ ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കുറച്ച് അങ്ങനെ നല്ല ഭംഗിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അത് അടുത്ത് ഉണങ്ങട്ടെ. അപ്പോൾ ഒരു റെഡ് കളറും വൈറ്റ് കളറും വരുന്ന A4 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡ് കളർ A4 സൈസ് ഒരു ചെറിയ സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 2ആയിട്ട് മടക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറേ കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ വൈറ്റൊന്നും ചെയ്യണം. ഇതിങ്ങനെ ചെറിയ ചെറിയ ഹാർട്ട്സ് നമുക്ക് ഈ കുപ്പീൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴും. അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വൈറ്റും റെഡും ഹാർട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എഴുതേണ്ട മെസ്സേജ് റെഡിയാക്കാണ്. അപ്പം എന്ത് മെസ്സേജ് വേണമെന്ന് നിങ്ങൾക്ക് ഇതിൽ എഴുതാം. ഇതിപ്പോൾ വാലൻറ്റൈൻസ് ഡേ തീം ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജാണ്. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒക്കേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള കോഡ്സോ കാര്യങ്ങളോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ യു ആൻഡ് മീ എന്നും അങ്ങനെയാണ് 2-3 കോഡ്സ് എഴുതിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് കട്ടിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷം ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് പോകാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചെറിയ പേപ്പറിൽ ഇത് ഒട്ടിച്ചെടുക്കുക. വേറൊരു പേപ്പറിൽ മറ്റേ മെസ്സേജും കൂടി ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒന്നിന് ഒരു ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം അതിലൊരു ചെറിയ ചരട് കൊണ്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അതായത് ഒരു ഗോൾഡൻ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഗോൾഡൻ കളർ ത്രെഡ് കൊണ്ട് ചെറിയൊരു കെട്ടിങ്ങനെ ആ ഒരു ഹോൾസിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ത്രെഡ് കട്ട് ചെയ്ത് കളയാനൊന്നും വേണ്ട, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റേ മെസ്സേജും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചുരുട്ടിയിട്ട് ഒരു ചെറിയ പീസ് റെഡ് കളർ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ചുറ്റിയിട്ട് ഗമ്മ കൊണ്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി വെക്കുക. ആ കുപ്പീൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണിത്. അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ചെറിയൊരു പേപ്പറിന് ഗമ്മാക്കിയിട്ട് അത് അഴിഞ്ഞു വരാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ആക്കിയ സാധനമെല്ലാം കൂടിയിട്ട് ഈ ബോട്ടിലിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ കോർക്ക് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ നടുവിലൊരു വര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറു കട്ടായി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ആ നൂലൊന്ന് അതിൻ്റെ ഉള്ളിൽ വലിച്ച് അതിൻ്റെ ഉള്ളിൽ എത്തുന്ന രീതിയിൽ ചെറിയൊരു വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നൂല് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി അപ്പുറത്തെത്തുന്നത് കട്ട് ചെയ്ത് നമ്മൾ ഈ മെസ്സേജിന് ഉള്ളത് കട്ട് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ബാക്കി വശം കട്ട് ചെയ്തിട്ട് ഒന്ന് ഗമ്മൊന്ന് അടയാക്കി ഇളകി വരാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമുക്കിനി ആ ബോട്ടിലിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഈ കോർക്ക് ഊരുമ്പോൾ അതിൻ്റെ കൂടി മെസ്സേജും പുറത്തേക്ക് വരും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കോർക്കും ആ മെസ്സേജ് ആദ്യം ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ കോർക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ആക്കിയ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായത്. അപ്പോൾ ഇതിനൊന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു റിബൺ കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാത്തിലും ഒരു റിബൺ മസ്റ്റാണ്. അപ്പോൾ ഒരു റിബൺ കൂടി അങ്ങ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. റെഡ് കിട്ടിയില്ല,
ഒരു ഡാർക്ക് പിങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ റിബൺ കൊണ്ട് ചെറിയൊരു ബോ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുപ്പിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല രസമായിട്ടുണ്ട്. ബോൻ്റെ അറ്റത്ത് ഇങ്ങനെ ആ ഒരു റിബണിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരാൾ ഇത് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ കോർക്കിൻ്റെ കൂടെ ആ മെസ്സേജും പുറത്തേക്ക് വരും. അപ്പോൾ ആ മെസ്സേജ് അങ്ങനെ കിട്ടും. അതിൻ്റെ കൂടെ ചെറിയ ഹാർട്ട് ഷേപ്പ് കൂടി പുറത്തേക്ക് വരും. അത് ഞാൻ തട്ടാത്തതുകൊണ്ടാണ്, അതുകൂടി വരും ശരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.